എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ഹോപ്പ് യു ഓൾ ഗൈസ് വെൽ. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഐ ആം നോട്ട് എ ട്രാവൽ വ്ലോഗർ. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് ഈ വീഡിയോ കാണരുത്. നിങ്ങൾ എന്നെ പോലെ വാരണാസി പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം. ഇതൊരിക്കലും ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഒന്നും അല്ല. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനും പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒട്ടും പ്ലാൻ ചെയ്യാതെ പക്ഷെ വളരെ ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വാരണാസി. ഉച്ചയോടെ കാശി എത്തിയ ഞങ്ങള് കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ കാലഭൈരവ ക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ ഗംഗാ തീരത്തൊക്കെ പോയത്. ഈ റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ വീഡിയോ കാണുമ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ലെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷോർട്സ് എന്നും റീൽസ് എന്നൊക്കെയാണ് വാരണാസി, ബനാറസ്, കാശി എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലം എൻ്റെ മനസ്സിലും കൂടിയത്. പക്ഷേ വാരണാസി എന്ന് പറഞ്ഞ് ഓടിത്തുള്ളി പോയ ഒരാളെ ആയിരുന്നില്ല ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നുള്ളതാണ് സത്യാവസ്ഥ. 30 സെക്കൻഡിൻ്റെയും 1 മിനിറ്റിൻ്റെയും റീൽസും എഡിറ്റ് ചെയ്ത വീഡിയോസും കണ്ടുകൊണ്ടായിരിക്കണം ഞാൻ പ്രതീക്ഷിച്ച ഒരു വാരണാസി ആയിരുന്നില്ല അവിടെ. എൻ്റെ പ്രതീക്ഷയിലും കൂടുതൽ ഒരുപക്ഷെ മനസ്സിന് ശാന്തിയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും റിയലൈസ് ചെയ്യാനും എനിക്കിവിടെ പോയപ്പോൾ സാധിക്കും. ഇത്ര വലിയ തിരക്കേറിയ സ്ട്രീറ്റ്സിലൂടെ നമ്മൾ നടക്കുമ്പോഴും നമ്മളവിടെ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലോട്ട് വരും. നമ്മൾ അത്രയും ആഗ്രഹിച്ച് പോയൊരു സ്ഥലത്ത് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അതിനൊരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ സന്തോഷം അങ്ങ് പുറത്ത് കാണിക്കാനോ ഒന്നിനും എനിക്ക് സാധിക്കുന്നുണ്ടായില്ല. അതിനുള്ള ഉത്തരവും 2ാമത്തെ ദിവസം കഴിയുന്നതോടെ വാരണാസി തന്നെയാണ് എനിക്ക് തന്നത്. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ സന്തോഷങ്ങളും അവൻ്റെ ദുഃഖങ്ങളും അവൻ്റെ നേട്ടങ്ങളും അവൻ്റെ കോട്ടങ്ങളും എല്ലാം ഒരു മാത്ര പോലെയുള്ളൂ. ഒന്ന് ഞൊടിച്ച് കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ എല്ലാം എന്ന് വാരണാസി തന്നെ നമുക്ക് മറുപടി ആയിട്ട് തരുന്നുണ്ട്. അവിടെ പോയാൽ നമുക്ക് തോന്നും ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും ഇവിടെയാണല്ലോ വന്നിരിക്കുന്നതെന്ന്. കാരണം അത്ര ജനങ്ങളാണ് അവിടെ. നിങ്ങളുടെയിലുള്ളത് ഒരു ദിവസമാണെങ്കിലും വാരണാസി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെയിലുള്ളത് 5 ദിവസമാണെങ്കിലും അത്രയും ദിവസവും നിങ്ങൾക്ക് വാരണാസി ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അത്രയും വിശാലമാണ് ഈ നഗരം. ഒത്തിരി ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു കിണർ തേടിയായിരുന്നു ഞങ്ങളുടെ 2ാമത്തെ ദിവസത്തെ യാത്ര. ചന്ദ്രകൂപ്പ് എന്ന് പറഞ്ഞ ഈ കിണറെ പറ്റി നിങ്ങൾ എല്ലാവരും ഷോർട്സിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ പ്രത്യേകതയുള്ള ഒരു കിണറാണ് ഇത്. ഇവിടുത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുണ്യമാണെന്നും അതുപോലെ തന്നെ അതിൽ നമ്മുടെ പ്രതിബിംബം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാവും എന്നൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം. അടുത്ത എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞു സ്ട്രീറ്റ്സിൽ വരെ അല്ലെങ്കിൽ അവിടെയുള്ള ഓരോരോ ഇടുക്കും മുക്കിലും വരെയുള്ള ചുമരുകൾ ഭയങ്കര മനോഹരമായിട്ടാണ് അവർ ചിത്രം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. വാരണാസിയിലെ ഓരോ കാഴ്ചകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഒരുപാട് കുളിർമ ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ് അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ കയ്യിൽ ലീവ് കുറവായതുകൊണ്ടും റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടും അധികം ഒന്നും സ്ട്രീറ്റ് ഫുഡ് ഞങ്ങൾ ഇത് ട്രൈ ചെയ്തില്ല. ഗോൾഗപ്പ അതുപോലെ ഈ മലായി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. കാരണം അതിന് ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെ നമുക്ക് പേഴ്സണലായിട്ടൊരു ഇഷ്ടം വേണമല്ലോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ആർക്കും അങ്ങനെ അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വരെ ഞാൻ വിട്ടുപോകുന്നു. കാരണം ഞാൻ ഇപ്പോൾ തുടങ്ങിയ യൂട്യൂബ് ചാനലായതുകൊണ്ട് എനിക്കങ്ങ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വീഡിയോ എടുക്കണം എന്നുള്ള ഒരു തോന്നലൊന്നും എനിക്കപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ള ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വാരണാസിയിലുള്ള ഗംഗാതീരത്ത് പോയി ഇരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണണം നിങ്ങൾ. കാരണം അത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ചേഞ്ച് ചെയ്യും. മനുഷ്യൻ എന്ന് പറയണത് ഇച്ചിരിയേ ഉള്ളൂ, അതുമൻ ഒന്നുമല്ല എന്ന് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വാരണാസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്തോളൂ, അതുപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ. കാരണം അന്നാലാണ് എനിക്കും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമാവത്തുള്ളൂ.